ജീവൻ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും അട്ടപ്പാടി സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ സജ്ജമാക്കുന്ന മാറാനാത്ത ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് അത്ഭുതങ്ങൾ നിഷിദ്ധങ്ങളോ എന്നതിനെക്കുറിച്ചാണ്. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 43-ാം തിരുലിഖിതം. എല്ലാവരിലും ഭീതി ഉളവായി. അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. ഈ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ഇതാ ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് യോഹന്നാൻ, വീട്ടുപേര് നെടുങ്ങാട്ട്, സ്ഥലം കോതമംഗലം, എറണാകുളം ഡിസ്ട്രിക്റ്റ്. 35 വർഷമായി പൈൽസിൻ്റെ അസുഖമായിരുന്നു എനിക്ക്. ഓപ്പറേഷൻ കഴിച്ചു, എന്നിട്ടും എൻ്റെ പൈൽസിൻ്റെ അസുഖം മാറിയില്ല. പല ഡോക്ടർമാരെയും കാണിച്ചു, ബംഗാളികളെ കൊണ്ട് കെട്ടിച്ചു, എന്നിട്ടും കുറവായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അട്ടപ്പാടി സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ ആദ്യ വെള്ളിയാഴ്ച യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങൾ കുടുംബസമേതം പുറപ്പെട്ട് ഒരു ആദ്യ വെള്ളിയാഴ്ച വചന ശുശ്രൂഷയിൽ പങ്കുചേർന്നു. വചന ശുശ്രൂഷയുടെ സമയത്ത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ശരീരത്തിലേക്ക് അത്ഭുതകരമായ ശക്തി വ്യാപരിച്ചു. അതോടുകൂടെ 35 വർഷമായി ഞാൻ അനുഭവിച്ചിരുന്ന പൈൽസ് രോഗം പരിപൂർണമായും വിട്ടുമാറിപ്പോയി. ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പവുമില്ല. എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള കോതമംഗലത്ത് നിന്ന് യോഹന്നാൻ നെടുങ്ങാട്ട് എഴുതി സാക്ഷ്യപ്പെടുന്നു. 35 വർഷമായ പൈൽസിൻ്റെ രോഗമാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുമാറിപ്പോയത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ ഞാൻ നിങ്ങളും പ്രാർത്ഥിക്കുമെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവിടെ അത്ഭുതമുണ്ട്. ഈ കാലഘട്ടം പിതാവായ ദൈവം യേശുക്രിസ്തുവിന്റെ നാമത്തെ അത്യത്ഭുതമായി മഹത്വപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ്. കരങ്ങൾ രണ്ടും ദൈവമായ കർത്താവിലേക്ക് തുറന്നു പിടിക്കാം. ഓരോ കുടുംബങ്ങളിലിരുന്ന് ഓരോ കുടുംബാംഗങ്ങളും ഇപ്പോൾ യേശുവിന്റെ നാമത്തെ വിളിക്കട്ടെ. വിശ്വാസത്തിൻ്റെ ഓരോ തരത്തിലുള്ള മേഖലകളിൽ മങ്ങലുള്ളവരും ക്ഷീണമുള്ളവരും വിശ്വാസം നഷ്ടപ്പെട്ടവരും നിരീശ്വര ചിന്തയിൽ ഇരിക്കുന്നവരും യുക്തിവാദത്തിന് പിന്നിൽ അമർന്നു പോയവരും ദൈവിക കാര്യങ്ങളിൽ ഒട്ടും താല്പര്യം തോന്നാത്തവരും സകല ദൈവമക്കളും ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിക്കണമെന്ന് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, ലോകത്തെമ്പാടും നാനാ ദേശങ്ങളിലിരുന്ന് ആയിരക്കണക്കിന് കുടുംബങ്ങളിലിരുന്ന് യേശുവിന്റെ നാമത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളിലേക്കും ഓരോ കുടുംബത്തിലേക്കും കൂട്ടായ്മകളിലേക്കും ഇപ്പോൾ യേശുവിന്റെ നാമത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. രോഗികളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. തകർന്ന കുടുംബങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. എല്ലാ അന്ധകാര പീഡകളിലേക്കും ദൈവശക്തി വ്യാപരിക്കട്ടെ. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി യേശുവിന്റെ നാമത്തെ എല്ലാവരും ചേർന്ന് ഉറക്കെ വിളിക്കുന്നു. യേശുവേ, യേശുവേ വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ രാജാവേ വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രക്ഷിതാവേ രാജാവേ വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ സ്പർശിക്കണമേ കർത്താവേ. ഓരോ കുടുംബങ്ങളിലേക്ക് ഇടപെടണമേ കർത്താവേ. ഓരോ ജീവിതങ്ങളിലും ഇടപെടണമേ കർത്താവേ. എല്ലാ ദൈവമക്കളും മനസ്സ് മടുക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. വലിയ കടബാധ്യത ഭാരങ്ങളിരിക്കുന്നവർ, വലിയ തരത്തിലുള്ള കുടുംബ പ്രയാസങ്ങളിരിക്കുന്നവർ, ക്ഷമിക്കാൻ പറ്റാത്തവർ, ദൈവിക കാര്യങ്ങളോട് മനസ്സുകൊണ്ട് അടുപ്പം തോന്നാത്തവർ, കൂദാശ ഉപേക്ഷിച്ചവർ, തിരുസഭയിൽ അനേക കാലങ്ങളായി തിരുസഭ ശുശ്രൂഷകൾ പോകാത്തവർ, കുമ്പസാരം ഉപേക്ഷിച്ച് നടക്കുന്നവർ, ജഡിക പാപത്തിൽ വ്യഭിചാരത്തിലും വേശ്യാവൃത്തിയിലും ബലാത്കാരത്തിലും അനേക പാപങ്ങളിൽ ആണ്ടുപോയവർ, ഓരോ കാലത്ത് ഓരോ ദിവസം ചെല്ലുന്തോറും വിശ്വാസം വാങ്ങിക്കൊണ്ടിരിക്കുന്നവർ എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ ദൈവമക്കളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പൈശാചിക പിടകളെയും, ദൈവവചനം മല്ലടിക്കുന്ന എല്ലാ ദുരാത്മാക്കളെയും, ദൈവികമായ അനുഭവം പ്രാപിക്കാൻ തടസ്സമുണ്ടാക്കുന്ന എല്ലാ നാരകീയ സേനകളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടുപോകട്ടെ. കോട്ടകൾ തകരട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ഭാരങ്ങളും വിട്ടുപോട്ടെ കർത്താവേ. ദുഃഖപീഠകൾ അകന്നു പോട്ടെ കർത്താവേ. നിരാശയുടെ കെട്ടുകൾ അഴിയട്ടെ കർത്താവേ. കുറ്റബോധം വിട്ടുപോട്ടെ കർത്താവേ. എല്ലാം തിന്മയുടെ കോട്ടകൾ തകരട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്പർശിക്കണമേ കർത്താവേ. മാറാരോഗങ്ങൾ, തീരാവ്യാധികൾ, വലിയ മാരകവ്യാധികൾ കുടുംബങ്ങളിൽ നിന്നും അറ്റുപോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ, 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 യേശുവേ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 43-ാം തിരുലിഖിതം. അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു കൊണ്ടിരുന്നത് ആദിമ കാലഘട്ടം തൊട്ട് ഇന്ന് വരെ തിരുസഭയുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക അനുഭവമാണ്. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ അനേകം പേർക്ക് ഹൃദയം കൊണ്ട് ഈ ഒരു യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവർ ചിന്തിക്കുകയാണ്, ഇങ്ങനെ അങ്ങോട്ട് സുഖം പ്രാപിക്കുകയാണെങ്കിൽ പിന്നെ ഈ മെഡിക്കൽ കോളേജുകളെല്ലാം കൂടി എന്തിനാണ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ഈ ഡോക്ടർമാരും നേഴ്സുമാരൊന്നും ഇനി ആവശ്യമില്ലല്ലോ. ചില ആളുകളുടെ മനസ്സിൽ വരുന്ന ഒരു വികട ചിന്തയാണത്. മറ്റു ചിലർ ചിന്തിക്കുന്നതാണ്, ഇതൊക്കെ നടക്കുമോ, ഇതൊക്കെ ഇപ്പോഴും നടക്കുമോ? ചിലരുടെ ചിന്തയാണ്. ഇനിയും ചിലരുടെ ഉള്ളിലിരിക്കുന്ന അരൂപിയുടെ, തിന്മയുടെ അരൂപിയുടെ പ്രവർത്തന ഫലമായി അവർ ചിന്തിക്കുകയാണ്, ഇതൊക്കെ തട്ടിപ്പായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ തരത്തിലുള്ള ചിന്താഗതികളെയും നിഷേധിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുലിഖിത പ്രകാരം വെളിപ്പെടുത്തുകയാണ്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സാധ്യമാണ്. ഇന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിച്ച ഒരു അത്ഭുതത്തെക്കുറിച്ച് ഒരു വ്യക്തി സാക്ഷ്യപ്പെടുത്തുമ്പോൾ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിച്ച വൻ കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തി സാക്ഷ്യം വഹിക്കുമ്പോൾ, ഞാനും നിങ്ങളും നെറ്റി ചുളിക്കേണ്ട ആവശ്യമില്ല. അത്ര നിഷിദ്ധമായൊരു സംഗതിയല്ല യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിച്ച അത്ഭുതങ്ങൾ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിച്ച അത്ഭുതങ്ങൾ ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരം സംഭവിച്ച സംഗതികൾ തന്നെ. ഇത് ദൈവവചനപ്രകാരമുള്ള ഒരു ആത്മീയ യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. ഈ അത്ഭുതങ്ങളെക്കുറിച്ച് ബൈബിളിൽ പുതിയ നിയമത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവായ ഈശോ തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്ന കാലഘട്ടം മുതൽ തന്നെ അവിടുത്തെ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരുന്നവർക്ക് വലിയ രോഗശാന്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും ലഭിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 23-ാമത്തെ തിരുലിഖിതം. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. യേശു ക്രിസ്തുവിൻ്റെ ദൈവരാജ്യവേലയെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 23-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, അവൻ എല്ലാ വ്യാധികളും രോഗങ്ങളും സുഖപ്പെടുത്തി ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരുന്നു.
രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നതോട് കൂടെ തന്നെ യേശു ചെയ്തുകൊണ്ടിരുന്ന വളരെ ഉന്നതമായ ഒരു ശുശ്രൂഷയാണ് രോഗശാന്തികൾ നൽകുക, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളത്. ഇന്ന് രോഗശാന്തിയെക്കുറിച്ച് ആരെങ്കിലും എവിടെയെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും ഹാലിളകേണ്ട ആവശ്യമില്ല, എൻ്റെ നിങ്ങളുടെ നിയന്ത്രണം വിട്ടുപോകേണ്ട ആവശ്യമില്ല. കാരണം അത് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയോട് ചേർന്ന് സ്വർഗം ക്രമീകരിച്ചിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം തന്നെ. ഹല്ലേലൂയ. യേശുവിൻ്റെ ശുശ്രൂഷയിൽ ഉടനീളം യേശു രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചതൊപ്പം തന്നെ അനേകം രോഗികളെയും പിശാച് ബാധിതരെയും അവൻ സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാമത്തെ അധ്യായത്തിലും നമ്മളിത് കാണുന്നുണ്ട്. 8-ാമത്തെ അധ്യായത്തിൽ 16ഉം 17ഉം തിരുലിഖിതങ്ങൾ. സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യേശയ്യ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. ഹല്ലേലൂയ. എല്ലാ രോഗികളെയും സുഖപ്പെടുത്തിയെന്നും വചനമയച്ച് പിശാചുക്കളെ പുറത്താക്കിയെന്നും രാജ്യത്തിന് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ശക്തിയുടെയും അത്ഭുതങ്ങളുടെ അകമ്പടിയോടെ യേശു ദൈവരാജ്യ വേല ചെയ്തുവെന്നും തിരുലിഖിതങ്ങളിൽ അപ്പോസ്തലന്മാർ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതേ ശക്തി ഇന്നും വ്യാപരിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്നും രാജ്യത്തിന്റെ വേല നടക്കുന്ന, ദൈവരാജ്യത്തിന്റെ വേല നടക്കുന്ന ഒരു സ്ഥലത്ത് യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ട്. ഞാൻ ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ജീന ജോസ് വേലൂരിന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. തൃശ്ശൂർ ദേശത്തുള്ള, തൃശ്ശൂർ ജില്ലയിലുള്ള വേലൂർ എന്ന പ്രദേശത്ത് നിന്ന് ജീന ജോസ് സാക്ഷ്യപ്പെടുത്തുന്നു. 11 വർഷമായി ഞങ്ങൾക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. മക്കൾ ഉണ്ടാകാൻ ഇനി ഒരു സാധ്യതയുമില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി. ഞാനും ഭർത്താവും കൂടി അട്ടപ്പാടി സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ പോയി 5 ദിവസത്തെ ധ്യാനം കൂടി. യേശുവേ എന്ന് വിളിച്ച് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ മാസം തന്നെ ദൈവമായ കർത്താവ് ഞങ്ങളെ കടാക്ഷിച്ചു. അവിടുന്ന് ദാനമായി ഞങ്ങൾക്ക് മക്കളെ നൽകി അനുഗ്രഹിച്ചു. ഇന്ന് ഞങ്ങളുടെ മകന് 3 വയസ്സ് പ്രായമായി. പ്രൈസ് ദി ലോർഡ്. കല്യാണം കഴിച്ച് 11 വർഷം വരെ മക്കളുണ്ടാകാതെ ഒരുപാട് ചികിത്സകൾക്ക് വിധേയമായി അനേകം ഡോക്ടർമാരെ കാണിച്ചു. അവസാനം ഡോക്ടർമാർ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവുകയില്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും വഴികൾ നോക്കിക്കൊള്ളുക. എന്നാൽ ഇവർ വിശ്വാസം വെടിഞ്ഞില്ല. ഇവർ യേശുവിന്റെ നാമത്തിൽ അത്ഭുതമുണ്ട് എന്ന് ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു നാൾ അട്ടപ്പാടിയിൽ വന്ന് വചനം കേട്ടു, യേശുവിനെ ആരാധിച്ചു. ആ മാസം തന്നെ കർത്താവ് അവരെ കടാക്ഷിച്ചു, അവർക്ക് കുഞ്ഞിനെ നൽകി എന്ന് അവർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് 3 വയസ്സുള്ള ഒരു കുട്ടി അവരുടെ വീടിൻ്റെ മുറ്റത്ത് ഓടിക്കളിച്ച് വളരുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളുണ്ട്. മറ്റൊരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജോസി, സ്ഥലം എറണാകുളം. ഞാൻ കഴിഞ്ഞ 2 കൊല്ലമായി എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും അട്ടപ്പാടി സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ വരാറുണ്ട്. എൻ്റെ മകന് 13 വയസ്സ് പ്രായമുണ്ട്. അവൻ ചെറുപ്പം മുതലേ കിടക്കയിൽ മൂത്രമൊഴിക്കുന്ന ശീലമുള്ളവനായിരുന്നു. എന്നാൽ ഞാൻ ഇവിടെ വന്ന് ഒരാദ്യ വെള്ളിയാഴ്ച, യേശുവേ അങ്ങയുടെ നാമത്തിൽ എത്രയോ ആയിരങ്ങൾ സൗഖ്യം പ്രാപിക്കുന്നു, എൻ്റെ മകനെ സുഖപ്പെടുത്തണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. അതിൻ്റെ പരിണതഫലമായി ആദ്യ വെള്ളിയാഴ്ച കർത്താവിനെ ആരാധിച്ച് മടങ്ങി. പിറ്റേ ദിവസം മുതൽ എൻ്റെ മകനിൽ നിന്ന് ആ ശീലം കർത്താവായ യേശു എടുത്തു മാറ്റി അവന് സൗഖ്യം നൽകി. പ്രൈസ് ദി ലോർഡ്. 13 വർഷം കിടക്കയിൽ കിടന്ന് രാത്രിക്ക് സ്ഥിരം മൂത്രം ഒഴിച്ചുകൊണ്ടിരുന്ന ഈ കുട്ടിക്ക് ഒരു ആദ്യ വെള്ളിയാഴ്ച വന്ന് യേശുവിനെ ആരാധിച്ച് തൻ്റെ മകൻ്റെ രോഗത്തെക്കുറിച്ച് ആ കുടുംബം പ്രാർത്ഥിച്ചപ്പോൾ യേശുവിന്റെ നാമത്തിൽ വലിയൊരു വിടുതൽ നൽകി. എറണാകുളത്ത് നിന്ന് ജോസിയും കുടുംബവും സാക്ഷ്യപ്പെടുത്തുകയാണ്. 13 വർഷം അവർ അനുഭവിച്ച് നരകിച്ചൊരു യാതന യേശുവേ എന്ന് വിളിച്ച് കരഞ്ഞപ്പോൾ യേശു എടുത്തു മാറ്റി ആ കുടുംബത്തിന് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ഇന്നും സാധ്യമാണ്. എനിക്ക് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ?
എനിക്ക് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ? ഈ മേഖലയാണ് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്. യേശുക്രിസ്തു ദൈവരാജ്യ വേല ചെയ്തിരുന്ന കാലഘട്ടങ്ങളിൽ യേശുക്രിസ്തു അനേകരെ നേരിട്ട് സുഖപ്പെടുത്തി. അപ്പോസ്തലന്മാർ പ്രവർത്തിച്ച കാലത്തും ഇതുപോലെ തന്നെ സംഭവിക്കുന്നതായും അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 5-ാം അധ്യായം 12-ാം തിരുലിഖിതം, അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചു കൊണ്ടിരുന്നു. അവർ രോഗികളെ തെരുവീഥികളിൽ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്നവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജെറൂസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് വന്നിരുന്നു. എല്ലാവർക്കും രോഗശാന്തി ഉണ്ടായി. എല്ലാവർക്കും രോഗശാന്തി ഉണ്ടായി. നോക്കുക, ആദിമ സഭയിൽ അപ്പോസ്തലന്മാർ യേശുവിൻ്റെ നാമം പേറി യേശുവിൻ്റെ നാമത്തെ ഉച്ചരിച്ച് യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ച് രാജ്യത്തിന് വേല ചെയ്തപ്പോൾ സംഭവിച്ച ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് അപ്പോസ്തല പ്രവർത്തനത്തിൽ 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോസ്തലന്മാർ കടന്നു പോകുമ്പോൾ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിൽ നിന്നും എല്ലാ രോഗികളെയും കൊണ്ടുവന്ന് അവർ നടന്നു പോകുന്ന വശങ്ങളിൽ, റോഡിൻ്റെ വശങ്ങളിൽ കിടത്തിയിരുന്നുവെന്നും അവർ കടന്നു പോകുന്ന സമയത്ത് വലിയ രോഗശാന്തികളും അത്ഭുതങ്ങളും സംഭവിച്ചിരുന്നുവെന്നും അപ്പോസ്തല പ്രവർത്തനത്തിൽ 5-ാം അധ്യായത്തിൽ 12 മുതൽ 16 വരെയുള്ള തിരുലിഖിതങ്ങളിൽ നാം വായിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിൻ്റെ മേലുണ്ടായിരുന്ന ഈ അത്ഭുത പ്രവർത്തന ശക്തി, യേശുമേലുണ്ടായിരുന്ന ഈ രോഗശാന്തി അഭിഷേകം യേശു അപ്പോസ്തലന്മാരുടെ മേൽ പകർന്നു നൽകി. അതാണ് ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 1-2 തിരുലിഖിതങ്ങൾ. അവൻ 12 പേരെയും അടുത്ത് വിളിച്ച് സകല പിശാചുകളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു. യേശു തൻ്റെ സ്ത്രീഹന്മാരെ അയച്ചപ്പോൾ യേശു നിങ്ങൾ രാജ്യം പ്രസംഗിക്കുക, മാനസാന്തരപ്പെടുത്തുക എന്ന് മാത്രമല്ല അവർക്ക് നിയോഗം നൽകിയത്. യേശു തൻ്റെ സ്ത്രീഹന്മാരെ അയച്ചപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ ദൈവരാജ്യം പ്രസംഗിക്കണം, അതോടൊപ്പം രോഗികളെ സുഖപ്പെടുത്തണം. ഇത് പറഞ്ഞിട്ടാണ് തൻ്റെ സ്ത്രീഹന്മാരെ അയച്ചത്. ദൈവരാജ്യം പ്രസംഗിക്കുന്നത് പോലെ തന്നെ ഗൗരവമുള്ള ഒരു ശുശ്രൂഷയാണ് രോഗികളെ സുഖപ്പെടുത്തുക എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നും ഈ കാലഘട്ടത്തിലും യേശുവിന്റെ നാമത്തിൽ ഇത് സാധ്യമാണ്, ഇത് നടക്കും. ഒരു അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഒരു വ്യക്തി എറണാകുളത്തുള്ള തൃപ്പൂണിത്തറ എന്ന ദേശത്ത് നിന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. എൻ്റെ പേര് ജെയിംസ്, എറണാകുളത്ത് തൃപ്പൂണിത്തറയിൽ താമസിക്കുന്നു. ആദ്യമായി എറണാകുളം മറൈൻ ഡ്രൈവ് കൺവെൻഷനിൽ വെച്ചിട്ടാണ് അട്ടപ്പാടി ടീമിൻ്റെ ശുശ്രൂഷകൾ ഞങ്ങൾ പരിചയപ്പെടുന്നത്. ധ്യാനത്തിൻ്റെ 2-ാം ദിവസം ബഹുമാനപ്പെട്ട റെനി അച്ഛൻ്റെ ജീവിതത്തിലെ സാക്ഷ്യം പറഞ്ഞ് യേശുവിൻ്റെ വചനത്തിലേക്ക് ഞങ്ങളെ നയിച്ചു. ആ സമയത്ത് ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യമാണ് അച്ഛൻ പ്രഘോഷിച്ചത്. ദൈവവചനം വിശ്വസിച്ച് വചനമെടുത്ത് പ്രാർത്ഥിച്ചാൽ ദൈവശക്തി വ്യാപരിക്കുമെന്ന് അച്ഛൻ നൈസർഗികമായി വെളിപ്പെടുത്തി തന്നു. ഞാനത് വിശ്വസിച്ചു. ഫിലിപ്പി ലേഖനം 4:19, ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ളതെല്ലാം യേശുക്രിസ്തു വഴി നൽകുമെന്ന വചനമാണ്. ഈ വചനം റെനി അച്ഛൻ ശരിക്കും എടുത്ത് അച്ഛൻ്റെ അനുഭവത്തിൽ നിന്ന് മറൈൻ ഡ്രൈവ് കൺവെൻഷനിൽ ദൈവജനത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. ഈ ജെയിംസ് ചേട്ടൻ അത് വിശ്വസിച്ചു. അപ്പോൾ ജെയിംസ് ചേട്ടൻ പറയുകയാണ്, എൻ്റെ പ്രശ്നം ഇതാണ്, 16 വർഷമായി ഞാനിപ്പോൾ താമസിക്കുന്ന വീടും സ്ഥലവും വാങ്ങിയിട്ട് അവിടെ 2008 ഏപ്രിൽ മാസം വരെ കടും മഞ്ഞ നിറവും ചെളിയുടെ മണവുമുള്ള വെള്ളമായിരുന്നു ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. നോക്ക്, 16 വർഷം മഞ്ഞച്ച് കിടക്കുന്ന വെള്ളം, ഒരു ചെളിയുടെ മണം, ഇതാണ് അവരുടെ കിണറ്റിലുള്ള വെള്ളത്തിൽ അവർ കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് കുടിക്കാൻ പറ്റില്ല, ഒന്ന് നന്നായിട്ട് കുളിക്കാൻ പോലും വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ ഈ ജെയിംസ് ചേട്ടൻ കഷ്ടപ്പെട്ട്. ഫിലിപ്പി 4:19 വചനപ്രകാരം ഞങ്ങൾ വിശ്വസിച്ച്, യേശുവേ അങ്ങയുടെ അത്ഭുത ശക്തി ഇന്നും ഞങ്ങളുടെ കുടുംബത്തിൽ വ്യാപരിപ്പിക്കാൻ കഴിവുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ച് യേശുവിനെ ആരാധിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഞങ്ങളുടെ കിണറ്റിൽ നോക്കുമ്പോൾ വെള്ളം നല്ല കണ്ണുനീര് പോലെ തെളിഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. ഇപ്പോൾ ഒരു മണവുമില്ല, ഒരു നിറവുമില്ല, വെള്ളം നല്ല കണ്ണുനീർത്തുള്ളി പോലെ തെളിഞ്ഞു കിടക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ഞങ്ങളുടെ ദേശത്തേക്ക് അയച്ച കർത്താവിന് 1000 നന്ദികൾ അർപ്പിക്കുന്നു.
ഇതാ ജെയിംസ് ചേട്ടൻ തൻ്റെ ഫോട്ടോയും വെച്ച് തൻ്റെ കുടുംബത്തിലുണ്ടായ അത്ഭുതം, എറണാകുളം ദേശത്തുണ്ടായ അത്ഭുതം തൃപ്പൂണിത്തറയിൽ നിന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്ക്, 16 വർഷം ചീഞ്ഞ മണവും മഞ്ഞ നിറവുമായി കിണറ്റിലെ വെള്ളം കിടക്കുകയാണ്. വചനം കേട്ട് ഇന്നും യേശുവിന്റെ നാമത്തിൽ അത്ഭുതമുണ്ട് വിശ്വസിച്ചു. നോക്കുമ്പോൾ കിണറ്റിലെ വെള്ളം കണ്ണുനീർത്തുള്ളി പോലെ തെളിഞ്ഞു. ആ മണവും വിട്ടുപോയി. അത് ശുദ്ധജലമായി, അത് നല്ല അനുഗ്രഹമുള്ളൊരു സ്ഥലമായി കർത്താവ് രൂപാന്തരപ്പെടുത്തി കൊടുത്തു. ഹല്ലേലൂയ. അതാണ് യാക്കോബ് ലേഖനം 5-ാം അധ്യായം 15-ാം തിരുലിഖിതം. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. വചനം പഠിപ്പിക്കുകയാണ്, നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതാണ്. ഏലിയ നമ്മെപ്പോലുള്ള മനുഷ്യനായിരുന്നു. അവൻ പ്രാർത്ഥിച്ചു, 3 വർഷവും 6 മാസവും മഴ പെയ്തില്ല. വീണ്ടും അവൻ പ്രാർത്ഥിച്ചു, മഴ പെയ്തു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതെല്ലാം പഴയ കാലത്തെ കഴിഞ്ഞുപോയ കഥകളാണെന്ന് ചിന്തിക്കരുത്. ഇന്നും ഞാനും നിങ്ങൾ വിശ്വസിച്ചാൽ, ഇന്നും ഞാനും നിങ്ങൾ ഹൃദയം കൊണ്ട് ദൈവവചനം അംഗീകരിച്ചാൽ, എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെയും നിങ്ങളുടെ കുടുംബത്തിൽ ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. ഒരു വ്യക്തിയുടെ അനുഭവം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ആൻസി വർഗീസ്. എൻ്റെ ഭർത്താവ് 13 വർഷത്തോളമായിട്ട് സ്ഥിരം മുറുക്കാൻ ഉപയോഗിക്കുന്ന ആളായിരുന്നു. ദിവസം മുഴുവൻ സമയവും തന്നെ വായിൽ മുറുക്കാനായിരുന്നു. ഞങ്ങളുടെ കമുകും തോട്ടത്തിലുണ്ടാകുന്ന അടക്കയുടെ 3/4 ഭാഗം അടക്കയും ഇയാൾ വായിലിട്ട് ചവച്ചു തീർക്കുമായിരുന്നു. തന്നെയുമല്ല, മുറുക്കിയതിന് ശേഷം മുറ്റത്തും ചെടിയുടെ ഇലകളിലും പരിസരത്തെല്ലാം തുപ്പി വൃത്തികേടാക്കി വെക്കുമായിരുന്നു. ഇത് കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ എന്നും വഴക്കായിരുന്നു. ഈ അവസ്ഥയിൽ ഞാൻ സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനിച്ചപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഈ മുറുക്കുന്ന സ്വഭാവം എടുത്തു മാറ്റണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, 2009 ജൂൺ മാസത്തിൽ ഞങ്ങൾ ധ്യാനം കൂടി തിരിച്ചു വന്നതിന് ശേഷം പിന്നെ ഇന്നുവരെ എൻ്റെ ചേട്ടൻ മുറുക്കുകയോ അടയ്ക്ക വായിൽ ചവയ്ക്കാൻ ഉദ്യമിക്കുകയോ ചെയ്തിട്ടില്ല. ഈശോ ഇന്നും പ്രാർത്ഥന കേൾക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. 13 വർഷമായി മുറുക്കി ആ മുറ്റം മുഴുവൻ ചുമപ്പിച്ച ആ ചേട്ടനിൽ നിന്ന് മുറുക്കുന്ന സ്വഭാവം കർത്താവ് എടുത്തു മാറ്റി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 32:26. കർത്താവ് ജെറമിയായോട് അരുളി ചെയ്തു, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? സംഖ്യയുടെ പുസ്തകം 11:23. കർത്താവ് മോശയോട് അരുളി ചെയ്തു, എൻ്റെ കൈക്കും നീളം കുറഞ്ഞു പോയോ? എൻ്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് നീ ഇന്ന് കാണും. എല്ലാ തിന്മകളും, പ്രത്യേകിച്ച് യേശുവിന്റെ നാമത്തോടും യേശുവിന്റെ നാമത്തിലുള്ള ശുശ്രൂഷകളോടും മല്ലടിച്ചു കൊടുക്കുന്ന എല്ലാ അരൂപികളും, അന്ധകാര കോട്ടകളും, തിന്മയുടെ എല്ലാ ദുർബാധകളും ദുർഭൂതങ്ങളും ഈ നിമിഷം കർത്താവായ യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്നും ജീവിതങ്ങളിൽ നിന്നും വിട്ടുമാറി പോവട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ വന്നു വാഴണമേ, അത്ഭുത ശക്തി, അത്ഭുത ശക്തി, അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. കരങ്ങൾ ഉയർത്തി യേശുവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. രോഗങ്ങൾ വിട്ടുപോകട്ടെ, കുടുംബങ്ങൾ അത്ഭുതങ്ങൾ കാണട്ടെ, വിടുതൽ അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ. കുടുംബങ്ങളിൽ നിറഞ്ഞു വാഴണമേ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. യെശയ്യായുടെ പുസ്തകം 22-ാം അധ്യായം 22-ാം തിരുലിഖിതം. ദാവീദ് ഭവനത്തിന്റെ താക്കോൽ ഞാൻ അവന്റെ തോളിൽ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. 2 കരങ്ങൾ ഉയർത്തി ഇപ്പോൾ ഓരോ മകനും മകളും പ്രാർത്ഥിക്കട്ടെ. രോഗികൾ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കട്ടെ. ഓരോ തരത്തിലുള്ള വ്യതകളാലും സങ്കടങ്ങളാലും ഭാരപ്പെടുന്നവരെല്ലാം ഇപ്പോൾ യേശുവിന്റെ നാമം വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിന്റെ അത്ഭുത ശക്തിയാൽ കുടുംബങ്ങളിൽ നിന്നെല്ലാം അന്ധകാരത്തിന്റെ പീഡകളും വിട്ടുപോകട്ടെ. രോഗങ്ങളും രോഗത്തിന്റെ ആധിപത്യങ്ങളും യേശു നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് തകർന്നു പോകട്ടെ. കടബാധിതർ കെട്ടുകൾ അഴിയിട്ട കർത്താവേ, കുടുംബത്തിന്റെ ആത്മീയമായ എല്ലാ ബന്ധനങ്ങളും തകരട്ടെ. 6-ാം പ്രമാണ ലംഘനത്തിന്റെയും 1-ാം പ്രമാണ ലംഘനത്തിന്റെയും ആധിപത്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ